ഗായ്സ്, അപ്പം നമ്മൾ ജർമ്മനിയിലാട്ടോ. നമുക്ക് 45 റെസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ജർമ്മനിയിൽ ഒരു എസ്സോൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട്. സ്റ്റഡ്ഗഡ് എന്ന് പറയുന്ന സ്ഥലമാണ് എസ്സോൻ്റെ പെട്രോൾ പമ്പ്. ഇത് പെയ്ഡ് പാർക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് ഒരു ദിവസത്തേക്ക് 10 യൂറോ പെയ്ഡാണ്. അതിൽ 6 യൂറോ നമുക്ക് ഫുഡ് വൗച്ചറായിട്ട് യൂസ് ചെയ്യാം. അപ്പം ആ ഒരു പെയ്ഡ് പാർക്കിങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ ഈ പാർക്കിങ്ങിൽ വന്നപ്പം പാർക്കിംഗ് ഫില്ലായി വരുന്നേ ഉള്ളൂ. ഇന്ന് ശനിയാഴ്ചയാണ്. ഞാൻ ഇന്നലെ നിർത്തി, വെള്ളിയാഴ്ച നിർത്തി. ഇപ്പോൾ ഇവിടെ കുറച്ച് വണ്ടികളേ ഉള്ളൂ, ഒരു 10 വണ്ടിയുള്ളൂ. ഇനി ഒരു 10 വണ്ടിക്കുള്ള സ്പേസ് അവിടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഞാനിവിടെ ഒരു ബൈക്ക് ഉണ്ടോ, ആ ബൈക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ലൊരു പമ്പാട്ടോ, അത്യാവശ്യം നല്ലൊരു. സ്റ്റഡ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ മ്യൂണിച്ച് കഴിഞ്ഞ് സ്റ്റഡ്ഗഡ് ബാദൻ ബാദൻ്റെ ഇടയിലായിട്ട് വരും. അതായത് മ്യൂണിച്ചിൻ്റെയും ബാദൻ ബാദൻ്റെ ഇടയിലായിട്ടാണ് എന്ത് വരുന്നത്, ഈ സ്റ്റഡ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൈക്ക് അവർ കൊണ്ടുവന്ന് കാണിച്ചിട്ട്, ഇവിടെ നമ്മളൊരു യൂറോപ്യൻസ് പല റോഡിലും നമുക്ക് പല വണ്ടികൾ ഓടിക്കാൻ പാടില്ല. ബൈക്കാണെങ്കിലും CC കൂടിയ വണ്ടികളെ നമുക്ക് പല റോഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഈ രീതി കൊണ്ടുപോയിട്ട് അവർ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവരെ കാറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് അവരധികം ബൈക്ക് കൊണ്ടുപോകുക. എന്നിട്ട് അവർ ക്യാമ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരെവിടെയാണോ വെക്കേഷൻ പോകുന്നത് ആ സ്ഥലത്ത് നിന്ന് മാത്രമേ അത് എടുത്ത് ഓടിക്കുകയും കാര്യങ്ങളും ചെയ്യുള്ളൂ. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ബൈക്ക് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. ഒരു അടിപൊളി, ഇതൊരു സ്കോഡയുടെ കാറാണെന്ന് തോന്നുന്നു, സ്കോഡ ഒക്ടോവിയ ആണെന്ന് തോന്നുന്നു. കാണിച്ചിടാം. ഇവിടെ മക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. മക്ഡൊണാൾഡ്സ്, അതേപോലെ ഫയർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ജിമ്മോ കാര്യങ്ങളോ എന്താണ്. അത്യാവശ്യം ഒരു നല്ല വൈബ് സ്ഥലമാണ്. ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഇവിടുത്തെ ബൈക്കുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുവിധം എല്ലാ വീട്ടിലെയും കാറുകളിലൊക്കെ ഈ ഒരു രീതിയിൽ ഹുക്ക് ചെയ്യാൻ നമുക്ക് ട്രെയിലർ ഹുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാവും കേട്ടോ. ഇതൊരു സ്കോഡയുടെ കാറാണ്, ഡച്ച് ജർമ്മനി രജിസ്ട്രേഷനാണ് കേട്ടോ. ഹായ്. അപ്പോൾ അതിൻ്റെ മുകളിൽ അവർ വെച്ചേക്കുന്നൊരു ബൈക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഹാർലി ഡേവിഡ്സൺ കേട്ടോ. ഞാൻ വിചാരിച്ചത് ഗോൾഡിങ് ആണ്. ഇത് സ്കോഡയുടെ ഒക്ടോവിയ കാർ കേട്ടോ. ഒക്ടോവിയ കാറിൻ്റെ ബാക്കിൽ അവരൊരു സെറ്റപ്പ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യാണ്, ഒരു ട്രെയിലർ പോലെ അവരെന്ത് ചെയ്തു, ഒരു ചെറിയ പീസ് കൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ഹാർലി ഡേവിഡ്സൺ. അതിനും രജിസ്ട്രേഷൻ വേണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ചെറിയ ട്രെയിലർ ആണെങ്കിൽ പോലും നമ്മൾ കാറിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ആ വണ്ടിക്കും രജിസ്ട്രേഷൻ വേണം. ഈ വണ്ടിക്ക് രജിസ്ട്രേഷൻ ഉണ്ട് കണ്ടോ, DNUD 44. ഇതാണ് ഹാർലി ഡേവിഡ്സൻ്റെ ഒരു നല്ല പ്രീമിയം ബൈക്കാണ് കേട്ടോ. എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ വെച്ചേക്കുന്ന നോക്കിയാൽ. ഇതിൻ്റെ പേര് ഏതാ അറിയില്ല, 117. ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ ഹാർലി ഡേവിഡ്സൻ്റെ. പുതിയ ടയറും കാര്യങ്ങളും, അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റോ കാര്യങ്ങളോ എന്തോ ഉണ്ട് കണ്ടോ. അപ്പം ഈ ഒരു രീതിയിലാണ്, അതായത് ട്രെയിലറിൻ്റെ കാറിന് നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിലർ കണക്ട് ചെയ്യാം. കാറിൻ്റെ ബാക്കിൽ നമുക്കൊരു എന്താണ് ട്രെയിലർ കണക്ട് ചെയ്യാനുള്ള ഒരു കമ്പി ഉണ്ട്. അവരെന്താണ് പറയുക, ഒരു സെറ്റപ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ആ ട്രെയിലറായിട്ട് കണക്ട് ചെയ്ത് അവർ 2 ടയറിൽ അതിൽ ബൈക്ക് എന്ത് ചെയ്തു, സെറ്റപ്പ് ചെയ്തു. ഇനി ഇവർ എവിടെയെങ്കിലും പോയി ക്യാമ്പ് ചെയ്ത് അവിടെ നിന്ന് അവർ ഈ ബൈക്ക് ഓടിക്കിട്ടും, അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട്. അതാണ് സിസ്റ്റം. അപ്പം ഇതാണ് നമ്മളെ പെട്രോൾ പമ്പ് കേട്ടോ. എസ്സോൻ്റെ പെട്രോൾ പമ്പാണ്. സ്റ്റഡ്ഗഡ് ആണ്. സ്റ്റഡ്ഗഡിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ വീഡിയോൻ്റെ താഴത്ത് ലൊക്കേഷനും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ കുറേ ട്രക്കേഴ്സ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 10 ട്രക്കേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസത്തേക്ക് 10 യൂറോ, നമ്മുടെ നാട്ടിലെ 1000 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളുണ്ട്. ഒരു റിവ്യൂ എക്സ്പ്രസ് എന്ന് പറയുന്ന അത്യാവശ്യം നമുക്ക് സ്നാക്സും കാര്യങ്ങളും, ബർഗർ കാര്യങ്ങൾ, ബിയർ, അതേപോലെ ലിക്കർ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പാണ്. നമ്മൾ ട്രക്ക് അവിടെ ആ ഗ്രൗണ്ടിൽ നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. നമുക്കിനി തിങ്കളാഴ്ച രാവിലെ എടുക്കാൻ പറ്റുള്ളൂ. ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നടക്കാനും. വീക്കെൻഡ് 2 ദിവസം നമുക്കിപ്പോൾ 45 റെസ്റ്റാണ്. അതായത് വെള്ളി വൈകുന്നേരം നിർത്തി നമുക്കിനി ശനി ഞായർ തിങ്കളെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇനി വണ്ടി എടുക്കുള്ളൂ. ഒരു എന്താ പറയുക, ഒരു നല്ല സ്ഥലമാണ്. നമുക്കൊരു റെസ്റ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, സ്പേസുണ്ട്, കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതേപോലെ കുറേ കാരവാൻസും കാര്യങ്ങളും ഒക്കെ വന്ന് പാർക്ക് ചെയ്ത് അവരവരെ കാര്യങ്ങളൊക്കെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. അതവിടെ ഒരു കാരവാനുണ്ട്. ഈ ഒരു റൗണ്ട് അബൌട്ട് വഴിയാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ലിഡിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ ലിഡിൽ പോയി സാധനങ്ങളോ മേടിച്ചായിരുന്നു. ഒരു 1.5 കിലോമീറ്ററിൽ നമുക്ക് നടക്കാനുള്ള റോഡുകളും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പല റോഡുകളിലും നമുക്ക് നടക്കാൻ പെർമിഷൻ ഇല്ല. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമുക്ക് നടക്കാനുള്ള, നമുക്ക് വാക്കിംഗ് വേ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടന്ന് പോകാൻ പാടുള്ളൂ കേട്ടോ. അത് ഇവിടുത്തെ ഒരു പല റോഡുകളിലുള്ള നിയമങ്ങളാണ്. നമുക്ക് എല്ലാ റോഡിലും നമുക്ക് നടക്കാനൊന്നും പാടില്ല. ഈ വണ്ടി ഭയങ്കര ലുക്കാട്ടോ, ഐ ലൈക്ക് ഇറ്റ്. ഏതാ ലുക്ക് അതിൻ്റെ, ഒരു ഹാർലി ഡേവിഡ്സൻ്റെ വണ്ടിയുടെ പേര്
പേര് ഏതാണെന്ന് ഇതിൻ്റെ മുകളിലില്ലല്ലോ. ഹാർലി ഡേവിഡ്സൺ സ്റ്റൈൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. 798 CC ആണെന്ന് തോന്നുന്നു. 798 എന്ന് കാണുന്നുണ്ട്. ഒരു ലുക്കിംഗ് ഗുഡ് ബൈക്ക്. ഓക്കെ, അതേപോലെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതും. ഒരു അടിപൊളി സ്ഥലമാണ്. അതേപോലെ ഒരു കാർ വാഷ് ഉണ്ട് ഇവിടെ. ഒരു അടിപൊളി സ്ഥലം.